ഇന്ന് ഉത്തരേന്ത്യയിൽ ഈദാണ്. ഡൽഹി ജുമാ മസ്ജിദിലടക്കം പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ വിശ്വാസികളുടെ ഒഴുക്കുണ്ടാകും. അതേസമയം മറ്റൊരു കാര്യം കൂടി പ്രധാനമാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി മന്ത്രി രാജ്കുമാർ ആനന്ദ് ഇന്നലെ രാജിവെച്ചു എന്ന് മാത്രമല്ല, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ അദ്ദേഹം രാജിവെച്ചു. ഇതൊക്കെ BJP ഒരു ഓപ്പറേഷനാണെന്ന് വിശ്വസിക്കുന്ന ആളുകളും ഡൽഹിയിൽ കുറവല്ല. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. ഈദ് ആശംസകൾ. ഉത്തരേന്ത്യയിൽ ഇന്നാണ് ഈദ്, എനിക്കറിയാം. എന്തൊക്കെയാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ നടക്കുന്ന പ്രത്യേക വിശേഷങ്ങളും നമസ്കാര കർമ്മങ്ങളും പ്രാർത്ഥനകളുമൊക്കെ? SKN, ഗുഡ് മോർണിംഗ്. ഈദ് ആശംസകൾ. ഈ ഈദുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകൾ ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് 7 മണി ആയപ്പോൾ 7:05 ഒക്കെ ആയപ്പോഴേക്ക് അവസാനിച്ചതേ ഉള്ളൂ. ഏതായാലും വലിയ രീതിയിലുള്ള ഒരുപക്ഷെ ഈ SKN കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണാം, ഞാൻ നിൽക്കുന്നത് ഡൽഹിയിലെ അതിപ്രശസ്തമായിട്ടുള്ള ജുമാ മസ്ജിദും അനുബന്ധമായിട്ടുള്ള മേഖലകളും ഉൾപ്പെടുന്ന ഇടങ്ങളിലാണ്. ഈ ജുമാ മസ്ജിദിൽ ഇന്ന് രാവിലെ നടന്ന പ്രഭാത നമസ്കാരത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. എല്ലാ റോഡുകളും, ഈ റെഡ് ഫോർട്ടിൻ്റെ എല്ലാ മേഖലയിലെ റോഡുകളും അടക്കം ജനനിബിഡമാകുന്ന വിധത്തിലേക്കായിരുന്നു ഈ കാഴ്ചകൾ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഈ കോവിഡിന് ശേഷം ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന, ആയിരക്കണക്കിന് ആളുകൾ എല്ലായിടങ്ങളിലും, ഈ റെഡ് ഫോർട്ടിൻ്റെ എല്ലായിടങ്ങളിലും ഇപ്പോൾ ഈ നമസ്കാരത്തിന് വന്നിട്ടുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അവർ തിരിച്ച് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ എല്ലായിടങ്ങളും ആ വിധത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ജനനിബിഡമായിട്ടുള്ള ഒരു നമസ്കാരത്തിനാണ് അല്പസമയം മുമ്പ് വരെ ഇവിടം സാക്ഷ്യം വഹിച്ചിരുന്നത്. ഈദ് വലിയ രീതിയിൽ ആഘോഷിക്കുക, ചെറിയ പെരുന്നാൾ ഒരുപക്ഷെ ഈ കോവിഡിന് ശേഷം ഏറ്റവും അത്യുജ്വലമായിട്ട് ആഘോഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിശ്വാസി സമൂഹം ഉള്ളത്. ഡൽഹിയിൽ ഈ റെഡ് ഫോർട്ടിൽ മാത്രമല്ല, ബാക്കി എല്ലായിടങ്ങളിലും, ഈ നിസാമുദ്ദീൻ അടക്കമുള്ള മേഖലകളിലും എല്ലാം വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് ഉണ്ടായിരുന്നത്. കൈസേ ഹേ बहुत अच्छी है माशाल्लाह, बढ़िया रही। मैं सोचा वो कोविड के बाद इतना भीड़ अभी हाँ, ये भीड़ बहुत अच्छी है माशाल्लाह, अगली साल और बढ़ेगी, काफ़ी अच्छी रही। शुक्रिया. എല്ലാവർക്കും ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് വിശ്വാസികൾ പരസ്പരം ഈദ് കൂടുതൽ ഗംഭീരമാക്കാനായിട്ടുള്ള, മനോഹരമാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത്. SKN അറിയാവുന്നതുപോലെ തന്നെ ഡൽഹിയിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് ഈദ് ആഘോഷങ്ങൾ നടക്കുകയാണ്. ലക്നൗ അടക്കമുള്ള ഇടങ്ങളിൽ ഒക്കെ വലിയ രീതിയിലുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ, ഈദിൻ്റെ അവസരത്തിൽ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കോൺഗ്രസ് അധ്യക്ഷൻ അടക്കമുള്ള എല്ലാവരും ഈ വിശ്വാസികൾക്ക് ഈദ് ആശംസകൾ നേർന്നിട്ടുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പാണെങ്കിലും ഈദിൻ്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ആഘോഷത്തിൻ്റെ തിരക്കിലാണ് ആ ഒരു വിശ്വാസി സമൂഹം ഉള്ളത്. SKN. രാധാകൃഷ്ണൻ, എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഈദാശംസകൾ പറയുക. ഉത്തരേന്ത്യയിലെ ആളുകൾക്കും ഡൽഹിയിലെ മലയാളികൾക്കും ഒക്കെ ഈദാശംസകൾ.